This call is now being recorded. Good morning to all. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് സെമ്മിൽ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഓക്കെ, MET 204 മാനുഫാക്ചറിങ് പ്രോസസ്സ്. സോ ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഒരു പ്രീ റിക്വിസൈറ്റ് ആയിട്ട് ഇവർ പറയുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടത് MET 205 മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് സെമ്മിൽ നോക്കിയ സബ്ജക്റ്റാണ് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ മെറ്റലർജിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ യു ഹാവ് ടു പ്രിപ്പയർ. ഓക്കെ, എക്സാംസ് എല്ലാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളത്, പുതിയ ഡേറ്റ് അറിയിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞത്. അപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻസ് എല്ലാം നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡിസിഷൻസ് വരും. ഓക്കെ, സോ മാനുഫാക്ചറിങ് പ്രോസസ് MET 204. അപ്പോൾ അതിൻ്റെ സിലബസ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്യാം. KTU വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ ജസ്റ്റ് സിലബസ് ഞാൻ കാണിച്ചു തരാം. 5 മൊഡ്യൂൾസ് ആണുള്ളത്. സോ മൊഡ്യൂൾ 1 ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 വെച്ചാൽ ഡീലിംഗ് വിത്ത് കാസ്റ്റിംഗ്. ഡിഫറെൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ടല്ലേ. മാനുഫാക്ചറിങ് പ്രോസസ്സ് ദർ ആർ ഡിഫറെൻറ്റ് പ്രോസസ്സ്. ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ അത് പഠിച്ചതാണ്. ഏതൊക്കെയാണെന്നത് അപ്പോൾ കുറേ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം. കാസ്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. കാസ്റ്റിംഗ് എന്നൊരു വൺ പാർട്ട് ഓഫ് പ്രോസസ് ആണ്. ദെൻ അതുപോലെ തന്നെ മെറ്റൽ ജോയിനിങ് പ്രോസസ് ഇല്ല. ഓക്കെ, കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫൗണ്ടറി ഷോപ്പിൽ നമ്മൾ ഒരു ഉരുക്കിയൊരു രൂപം ഉണ്ടാകും അല്ലേ. ഒരു മൗൾഡിൽ നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് നമ്മൾ മെറ്റലിനെ മാറ്റിയെടുക്കുന്നതിന് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ അനദർ പ്രോസസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് മെറ്റൽ ജോയിനിങ് പ്രോസസ്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ തന്നെ വേറെ പ്രോസസ് മെറ്റൽ ജോയിനിങ് പ്രോസസ്. അതിൽ വരുന്നതാണ് നമ്മൾ വെൽഡിങ്, റിവറ്റിംഗ്, സോൾഡറിങ്, ബ്രേസിങ്. These all are the different metal joining process. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫോം ചേഞ്ച് ചെയ്തിട്ടല്ലേ, നമുക്ക് ബൈ അപ്ലൈങ് പ്രഷർ നമുക്ക് ഫോം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഫോമിങ് പ്രോസസ് എന്ന് പറയും. അതർവൈസ് വി ക്യാൻ യൂസ് സർട്ടൻ റോളേഴ്സ് ടു ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദി മെറ്റീരിയൽ. സോ ദാറ്റ് ഈസ് കോൾഡ് റോളിംഗ് പ്രോസസ്. ഇപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് വെൽഡിങ് ആൻഡ് വെൽഡിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിങ് പ്രോസസ് എല്ലാമാണ്. അതിൻ്റെ കുറേ മെക്കാനിക്സും അതിൻ്റെ കുറേ മെത്തേഡ്സും ഒക്കെയാണ്. തേർഡ് മൊഡ്യൂൾ ഇതുപോലെ റോളിംഗ് പ്രോസസ്സും അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് മെക്കാനിക്സ് ആണ് വരുന്നത്. ദെൻ ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് ഇതുപോലെ തന്നെയുള്ള ഫോർജിങ് പ്രോസസ്സുകളാണ്. ഓക്കെ, ലാസ്റ്റ് ഫിഫ്ത്ത് മൊഡ്യൂൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൊക്കേറ്റിംഗ് ആൻഡ് ക്ലാമ്പിംഗ് മെത്തേഡ്സും അതുപോലെ തന്നെ ഡൈ കട്ടിംഗ് ഓപ്പറേഷൻസിൽ കുറച്ച് ഫണ്ടമെന്റ്സ് ആണ് വരുന്നത്. ഇത്രയാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. ടെക്സ്റ്റ് ബുക്സ് ആയിട്ട് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പം KTUവിൻ്റെ തന്നെ ക്യാപ്സ്യൂൾ ടൈപ്പ് ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് പുതിയ സിലബസ് ആയതുകൊണ്ട് അതൊക്കെ പയ്യെ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ തന്നെ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാം. അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് സിലബസിലുള്ളത്. നമുക്കിനി അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ കാസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും വിസിബിൾ അല്ലേ സ്ക്രീൻ? അതുപോലെ സൗണ്ടും ഓഡിബിൾ അല്ലേ? ഓക്കെ. ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് കാസ്റ്റിംഗ്. ഓക്കെ, കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഇയറിൽ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. കാസ്റ്റിംഗ് അല്ല നമ്മൾ ചെയ്തത്. കാസ്റ്റിങ്ങിൻ്റെ പ്രിലിമിനറി ഫസ്റ്റ് സ്റ്റേജായ ഫൗണ്ടറി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ മോൾഡ് മേക്കിംഗ് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫൗണ്ടറി എന്ന് പറയുന്നത് ഫൗണ്ടറി ഇസ് എ വർക്ക് ഫ്ലോർ. നമ്മൾ ഈ പറയുന്ന കാസ്റ്റിങ്ങും ഈ പറയുന്ന മോൾഡ് മേക്കിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഫ്ലോറിനെയാണ് നമ്മൾ ഫൗണ്ടറി ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൗണ്ടറി ഫ്ലോറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കാസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് മെറ്റാലിക് പാർട്സ് ഓഫ് ഡിസൈർഡ് ഷേപ്പ് ആൻഡ് സൈസ് by pouring molten metal into a mold having a cavity of the part to be cast and then allowing the molten metal to solidify. The resulting solid will have the shape of the cavity and is called casting. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. ആഫ്റ്റർ ദാറ്റ് വി വിൽ പോർ ദ മെറ്റൽ. ഏത് മെറ്റൽ വെച്ചിട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് അലോയ് വെച്ചിട്ടുള്ള ഫൈനൽ കാസ്റ്റ് ആണോ വേണ്ടത്, ദാറ്റ് മെറ്റൽ ഓർ ദാറ്റ് alloy which is in the form of a molten state will be poured into the mold which is already prepared in the foundry shop, means foundry floor. So after solidifying that, we will get the final
പ്രോഡക്റ്റ്. നമുക്കറിയാം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉള്ള വിഗ്രഹങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ കാസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മളെ മെക്കാനിക്കലായിട്ട് പ്രൊഡക്ഷനിൽ നോക്കിയ പ്രൊഡക്ഷൻ്റെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ടൂൾസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്? കാസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അതിൽ നോക്കിയാൽ അതിൽ കാസ്റ്റ് ചെയ്യേണ്ട റേഞ്ച് നമ്മൾ പറയുന്നുണ്ടല്ലേ, 2.5 to 3.5 ഒരു റേഞ്ചിൽ നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ട റേഞ്ച് പറയുന്നുണ്ട്. ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് കാർബൺ കണ്ടന്റ് ഉണ്ടാവും അല്ലെ കാസ്റ്റ് ചെയ്യേണ്ടത്. 2.something to 4% കാർബൺ കണ്ടന്റ് വരുന്ന അയണിനെയാണ് അല്ലെ, കാർബൺ അയണിനെ നമ്മൾ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കാസ്റ്റ് ചെയ്യാന്ന് പറയാൻ കാരണം? അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് നിങ്ങൾ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ലോ. ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അല്ലാത്ത സ്റ്റീൽസ് ഒക്കെ യു ഹാവ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഫർദർ ഹൈ. കൂടുതൽ ടെമ്പറേച്ചർ ആക്കിയാൽ മാത്രമേ നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ നോക്കി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ എന്താക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്തിട്ട് അതിന് ഫോം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് അതിനെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ എന്ന് പറയുന്നത്. ഈസിലി നമുക്ക് അതിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാസ്റ്റ് ചെയ്യേണ്ട പ്രത്യേകത എന്താണ്? അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ്, ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ കാസ്റ്റ് ചെയ്യാൻ സൈഡ് നമ്മൾ മെയിനായിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത് നമ്മുടെ മെഷീൻ ടൂൾ ബെഡ്സ് ഒക്കെയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളെ നിങ്ങളെ ലേത്ത് ബെഡ്, ലേത്തിൻ്റെ താഴെയുള്ള ബെഡും അതിൻ്റെ ലെഗ് പോർഷൻസ് ഒക്കെ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മില്ലിംഗ് മെഷീൻ്റെ ബെഡും അതിൻ്റെ സ്ട്രക്ചറൊക്കെ അത് ഉണ്ടാക്കുന്നതും കാസ്റ്റ് ചെയ്തിട്ടാണ്. ഡ്രില്ലിംഗ് മെഷീൻ്റെ ആയാലും സ്വീപ്പിംഗ് മെഷീൻ്റെ ആയാലും സോർട്ടിംഗ് മെഷീൻ്റെ ആയാലും ഈ പറയുന്ന മെഷീൻസിനൊക്കെ ബെഡ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് കാസ്റ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈവൻ നമ്മൾ ഫസ്റ്റ് ഇയർ വർക്ക്ഷോപ്പിൽ ചെയ്ത വൈസസ് അല്ലെ, നിങ്ങൾ ചെയ്ത ബെഞ്ച് വൈസസ്, ദാറ്റ്സ് ഓൾ കാസ്റ്റ് ആൻഡ് പാർട്സ്. അപ്പോൾ ഈ കാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ മോൾഡ് മേക്കിംഗ്. ഓക്കെ, കാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് മോൾഡ് മേക്കിംഗ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഓൾറെഡി ചെയ്തതാണല്ലേ. അപ്പോൾ കാസ്റ്റിംഗ് പറയുമ്പോൾ നമ്മൾ അവിടെ വരുന്ന ടേംസ് ആണ് മോൾഡ്, പാറ്റേൺ, ഗേറ്റിംഗ് സിസ്റ്റം. പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോൾഡ്, പാറ്റേൺ ആൻഡ് ഗേറ്റിംഗ് സിസ്റ്റം. സോ ഇറ്റ് ഈസ് യു ക്യാൻ സീ ഫ്രം ദ ഫിഗർ ദാറ്റ് അല്ലെ, നമുക്ക് കാണാം നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ ചെയ്ത ഫൗണ്ടറി ഓപ്പറേഷൻ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫിഗർ അല്ലെ. സോ ദാറ്റ് ഇസ് എ സെക്ഷണൽ വ്യൂ ഓഫ് എ സ്റ്റാൻഡ് മോൾഡ് ഈസ് ഓൺ ദർ. സോ അതിൽ നോക്കിയ രണ്ട് പാർട്ട് ഉണ്ടല്ലേ, കോപ്പ് ആൻഡ് ഡ്രാഗ്. നമുക്ക് കേട്ടിട്ടുണ്ടാവും, ഫെമിലിയർ ആയിട്ട് നമുക്ക് കോപ്പ് ആൻഡ് ഡ്രാഗ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ പാറ്റേൺ വെക്കുന്നത്. ഫൈനലി വി വിൽ റിമൂവ് ദ പാറ്റേൺ, സോ വി വിൽ ഗെറ്റ് എ ക്യാവിറ്റി ദർ. ഇൻ ദാറ്റ് ക്യാവിറ്റി വി വിൽ pour the molten metal by using a pouring basing. Okay, if needed we will use a core. നമുക്ക് ഇന്റേണൽ ഹോൾസോ വല്ലതാണ് നമ്മൾ കോർ ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്തിട്ടില്ല, വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്തിട്ടില്ല. there is a core, then there is a riser അല്ലെ, റൈസർ പിൻ ഉണ്ട് അല്ലെ, സ്ക്രൂ പിൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റൈസർ പിൻ ഉണ്ടാകും സോളിഡിഫിക്കേഷന് വേണ്ടിയിട്ട്. സോളിഡിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ മോൾട്ടൺ മെറ്റലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ റൈസർ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോൾ ദീസ് ആർ ദി അതാണ് മോൾഡ്, പാറ്റേൺ ആൻഡ് ഗേറ്റിംഗ് സിസ്റ്റം. പാറ്റേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, നമ്മളവിടെ യൂസ് ചെയ്തത് വുഡൺ പാറ്റേൺ ആണ് അല്ലെ. സോ പാറ്റേൺ ഇസ് ദ റെപ്ലിക്ക ഓഫ് ദി മെറ്റീരിയൽ ടു ബി മാനുഫാക്ചർഡ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പോകുന്ന മെറ്റീരിയലിന്റെ ഒരു റെപ്ലിക്ക, ഒരു കോപ്പി പീസാണ് ഈ പറയുന്ന പാറ്റേൺ. ആ പാറ്റേൺ കൊണ്ടാണ് നമ്മൾ ഈ ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. അതിന്റെ ആ ക്യാവിറ്റിയിലേക്കാണ് നമുക്ക് വേണ്ട ഫൈനൽ മെറ്റൽ, മോൾട്ടൺ മെറ്റൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെ. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. That is the pattern. Okay, and third one is the gating system. Detail ആയിട്ട് ഓരോന്നും വരുന്നതായിരിക്കും. So mold, നമുക്കറിയാം there are two types, open mold and closed mold. So open mold ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്ന ഓപ്പൺ മോൾഡ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ക്ലോസ്ഡ് മോൾഡ് ആണെങ്കിൽ there will be two parts, cope and drag. The pattern, gating system. Gating systemത്തിന്റെ different parts ആണ്. One is the pouring cup, then there will be a screw, there will be a screw base, there will be a runner അല്ലെ. അപ്പോൾ നമ്മൾ പോറിംഗ് കപ്പിലേക്ക് ഒഴിക്കുന്ന മോൾട്ടൺ മെറ്റൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ആ റീജിയനെ നമ്മൾ റണ്ണർ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിൽ ചെയ്ത കാസ്റ്റിങ്ങിലൊക്കെ നമ്മൾ ഈ റണ്ണർ യൂസ് ചെയ്തിട്ടാണ്. മീൻസ് ഡയറക്റ്റ് നമ്മൾ അവിടെ കൊടുത്തത് ഗേറ്റ് ആണ് അല്ലെ. യൂസിങ് എ ഗേറ്റ് കട്ടർ വിൽ ഗിവ് എ ഗേറ്റ്. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഈ സ്ക്രൂ ബേസിന് ഗേറ്റ് കട്ടർ വെച്ച് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഗേറ്റ് കട്ടർ വെച്ച് കട്ട് ചെയ്തതിൽ നമുക്ക് കാസ്റ്റിലേക്ക് ഈ മോൾട്ടൺ മെറ്റൽ ഫ്ലോ ചെയ്യും. So there we are not using the runner, directly we are cutting the gate using a gate cutter, and directly we are making the channel for the flow of the molten metal. Right? But for big cast and all we will use a runner.
അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ റണ്ണർ നമ്മൾ സൈഡിലേക്ക് വീണ്ടും എന്ത് ചെയ്യും, അവിടുന്ന് 90 ഡിഗ്രി ആയിട്ട് എന്ത് കൊടുക്കും, ഗേറ്റ് കുറേ ഗേറ്റ് കട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ യൂണിഫോം ആയിട്ട് ഇത് ഫ്ലോ ചെയ്യാനും അല്ലെങ്കിൽ വലിയ കാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാം, ചെറിയ സമയത്ത് തന്നെ ഇത് കംപ്ലീറ്റ് കാസ്റ്റ് ഫില്ല് ചെയ്യാം. മനസ്സിലായി? ഇല്ലെങ്കിലോ ആദ്യം ഫില്ല് ചെയ്തൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റണ്ണർ ആൻഡ് ഗേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഗേറ്റ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻ ഗേറ്റ്. ഇൻ ഗേറ്റ് എന്നുള്ള പേരും കൂടി വരുന്നത്. സോ കാസ്റ്റിംഗ് ഇസ് ദർ. കാസ്റ്റിങ്ങിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, റൈസർ പിൻ വെച്ചിട്ട് ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. റൈസർ എന്തിനാണ് അതിൽ കംപ്ലീറ്റ് ആയാൽ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ സോൾഡിഫൈ ചെയ്യുമ്പോൾ അതിനെ ആ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ എന്തായാലും വരും. സോ ദ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ മോൾഡ് മേക്കിംഗ് പ്രോസസ്. മോൾഡ് മേക്കിംഗ് അറിയാലോ, ഇനീഷ്യലി എന്താണ് കീപ്പ് പാറ്റേൺ ലൈക്ക് ദിസ് അല്ല. ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു സിംഗിൾ പീസ് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ, സ്വിച്ച് പാറ്റേൺ ഉണ്ട്, ലൂപ്പ് ബോൺ പാറ്റേൺ ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്സ് പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വരും. ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ മോൾഡ് മേക്കിംഗ് പ്രോസസ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഡ്രൈ സാൻഡ് ഇടും അല്ലേ. ഓക്കെ, തേർഡ് എന്ത് ചെയ്യും, നമ്മളെന്തായും നമ്മൾ പ്രിപ്പയർ ചെയ്ത് മോൾഡിങ് സാൻഡ് അതിൻ്റെ മുകളിൽ നടക്കും അല്ലേ. അതിനുശേഷം നമ്മൾ റാമിങ് നടത്തും അല്ലേ. എന്താണ് നമുക്കറിയാം, ഈ ടൂൾ വെച്ചിട്ട് റാമർ വെച്ച് നമ്മൾ റാമിങ് നടത്തും അല്ലേ. കാരണം അത് നല്ല ടൈറ്റിൽ അവിടെ വരണം, എന്നാൽ മാത്രമേ നമുക്ക് ആ സാൻഡ് ഇളകാണ്ട് നമുക്ക് കിട്ടും അല്ലേ. നെക്സ്റ്റ് ഈസ് സ്ട്രൈക്ക് ഓഫ് ബാർ വെച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്യും. then we will invert that അല്ലേ. ഇൻവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. ഇനിയോ നമുക്ക് കോപ്പ് മാത്രമല്ല, കോപ്പും ഡ്രാഗും ഉണ്ടല്ലോ. ഇപ്പോൾ ഡ്രാഗാണ് വെച്ചിട്ടില്ല, അതിൻ്റെ മുകളിൽ കോപ്പ് വെക്കണം. അപ്പോൾ അവിടെ നമ്മൾ ലൊക്കേറ്റിംഗ് പിൻസ് വെച്ചിട്ടാണ് ചെയ്തത്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യും, അടുത്ത ഭാഗം കൂടി വെച്ചു അല്ലേ. ആഫ്റ്റർ ദാറ്റ് വി വിൽ ടേക്ക് ദ സ്ക്രൂ പിൻസ്. ഇപ്പോൾ 2 സ്ക്രൂ പിൻ ഉണ്ട് നമുക്കറിയാം. ഒന്നെന്തിനാണ്, one is used for making the for pouring the molten metal. molten metal ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്, ദാറ്റ് ഈസ് ദി pouring basin ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. സെക്കൻഡ് വൺ ഇസ് ദി റൈസർ പിൻ അല്ലേ. ഇവിടെ കാണിക്കുന്നത് റൈസർ പിൻ നമ്മൾ എവിടെ കീപ്പ് ചെയ്യുന്നത്, റൈസർ പിൻ വിൽ ബി കെപ്റ്റ് അബവ് ദി പാറ്റേൺ. പാറ്റേണിന്റെ മുകളിലാണ് റൈസർ പിൻ വെക്കുന്നത്. കാരണം ഈ പാറ്റേൺ അവിടെ നിന്ന് മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്യാവിറ്റിയിൽ മോൾട്ടൺ മെറ്റൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവണമല്ലോ. സോ ദ പാറ്റേൺ ഈസ് കെപ്റ്റ്, ദ റൈസർ പിൻ ഈസ് കെപ്റ്റ് അബവ് ദി പാറ്റേൺ. പക്ഷെ മറ്റേ പിന്നെ പോറിംഗ് ബേസിന് യൂസ് ചെയ്യുന്ന സ്ക്രൂ പിന്നെ എവിടെ വെക്കും, ഇറ്റ് ഇസ് നോട്ട് കെപ്റ്റ് അബവ് ദ പാറ്റേൺ അല്ല, കുറച്ച് വിട്ട് മാറിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. കാരണം അവിടെ നമ്മളൊരു ഗേറ്റ് കട്ടർ വെച്ച് ഗേറ്റ് കട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് മോൾട്ടൺ മെറ്റൽ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യും, വി വിൽ കട്ട് ദ ഗേറ്റ് ഓർ ഇൻ ഗേറ്റ്, ആ രണ്ട് പേരിലും അത് അറിയപ്പെടും. ഗേറ്റ് ഓർ ഇൻ ഗേറ്റ്, വിൽ കട്ട് ദി ഗേറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ പാറ്റേൺ വി വിൽ റിമൂവ് ദി പാറ്റേൺ. ദെൻ നമുക്കറിയാം നമുക്ക് ഫൈനലി ഇതുപോലത്തെ ഒരു ഭാഗമായിരിക്കും കിട്ടുന്നത് അല്ലേ. സോ അതിൻ്റെ സെക്ഷണൽ വ്യൂ നോക്കി ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, പാറ്റേണിൻ്റെ ഒരു ക്യാവിറ്റി നമുക്ക് കിട്ടി. ഗേറ്റ് ഓർ ഇൻ ഗേറ്റ് ഇസ് ദാറ്റ്. ദെൻ നമ്മൾ സ്ക്രൂ പിൻസ് നമ്മൾ റിമൂവ് ചെയ്തു. സോ വിൽ ഗെറ്റ് എ pouring basin there and a riser cavity there. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി കാസ്റ്റ് ചെയ്ത മെറ്റൽ, അലൂമിനിയം ആവാം, അല്ലെങ്കിൽ അലോയ് ആവാം, ഇപ്പോൾ എന്താണോ ഫൈനലായിട്ട് റിക്വയർഡ്, ഗ്ലാസിൻ്റെതാവാം, ബ്രോൺസിൻ്റെതാവാം അല്ലെ, എന്താണോ ഫൈനൽ റിക്വയർമെൻറ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയ കാസ്റ്റ് വീൽ പോർ ഇറ്റ് ഇൻ ടു ദി pouring through the pouring basin. നമുക്ക് കംപ്ലീറ്റ് അത് ഫില്ലായി. വിൽ ഗെറ്റ് ദ ഫൈനൽ പ്രോഡക്റ്റ് ലൈക്ക് ദിസ് അല്ലേ. ഫൈനലി അത് സോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അങ്ങനെ ഇതുപോലെ ആയിരിക്കും. കാരണം വെച്ചാൽ അതിൻ്റെ ആ സ്ക്രൂ പോറിംഗ് ബേസിനും അതുപോലെ തന്നെ അതിൻ്റെ റൈസർ ലോക്ക് എല്ലാം മെറ്റൽ ഉണ്ടാവും. സോ ദേ ഓൾ വിൽ സോൾഡിഫൈ, ഈവൻ ദ ഗേറ്റ് ഓൾസോ വിൽ സോൾഡിഫൈ. ഓക്കെ, അവസാനം നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് അതിനെ കട്ട് ചെയ്തിട്ട് കളയും നമ്മൾ അല്ലേ. മെഷീനിങ് ഓപ്പറേഷൻ വെച്ച് നമ്മൾ റിമൈനിങ് അൺവാണ്ടഡ് പോർഷൻസ് ഒക്കെ കളയും. അങ്ങനെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഇനീഷ്യൽ പാറ്റേൺ എന്തായിരുന്നു സെയിം അതിൻ്റെ റിപ്ലിക്കേറ്റ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. സ്റ്റെപ്സ് ഇൻ കാസ്റ്റിംഗ് പ്രോസസ് എന്താണ്, ഏതാണോ നമ്മുടെ മെറ്റൽ അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ കാസ്റ്റ് അതിനെ കാസ്റ്റ് ചെയ്യാമെന്നല്ല, അതിനെ ഹീറ്റ് ചെയ്യുക, ചൂടാക്കുക, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വരെ ചൂടാക്കുക, അതിനെ മോൾട്ടർ സ്റ്റേറ്റിലേക്ക് എത്തിക്കുക. സോ ദാറ്റ് വിൽ ഫോർ ദ മോൾട്ടർ മെറ്റൽ ഇൻ ടു ദി മോൾഡ് ക്യാവിറ്റി. This is the process of casting. There are different types of casting process. നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ് ആണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. നമ്മൾ പുറകെ വരുന്നതായിരിക്കും. So the mold into which the molten metal is poured is made of some heat resistant material. ഓക്കെ, നമുക്കറിയാം ഹീറ്റ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഈ മോൾഡ്
ഉണ്ടാക്കുന്നത്. So we have done it using sand. Sand is the most often used as it is readily available, easily packed to shape, is somewhat porous and resists high temperature. So we also use the sand for making the mold. Sand is the most commonly or often used material because it is readily available and easily we can prepare the molding sand. Okay. And also it can resist high temperature. So molding, in general, molding is the process of making a mold using a pattern. Then അപ്പോൾ നമ്മൾ ഇപ്പോൾ സാൻഡ് കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ we are using the sand. So these sand should have certain characteristics or certain properties for in order to become a good mold. അല്ലേ? അപ്പോൾ അതിന് ഒരു നല്ല മോൾഡിങ് മെറ്റീരിയൽ ആവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാൻഡിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിന് കുറേ പ്രോപ്പർട്ടീസ് വേണം. So in order to get those characteristics, we will have certain ingredients to the sand. So ordinary sand മാത്രമല്ല യൂസ് ചെയ്യുന്നത്, we are using the molding sand. അതിന് കുറച്ച് ingredients നമ്മൾ ആഡ് ചെയ്യുന്നത്. So what are the desired properties for the molding sand? Important ആണ്, കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. One is flowability. എന്താണ് flowability? The property of sand to behave like a fluid is termed as flowability. Okay. Because നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേണിൽ കുറച്ച്, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ഹ്യൂമൻ ഫേസ്, നമ്മളൊരു ഫേസിന്റെ ഒരു പാറ്റേൺ ആണ് നമ്മൾ എടുത്തില്ലെന്ന് വരിക. ഹ്യൂമൻ ഫേസിന്റെ അല്ലെങ്കിൽ ഹെഡിന്റെ, ഹ്യൂമൻ ഹെഡിന്റെ കംപ്ലീറ്റ് ഫേസ് ആൻഡ് ഹെഡിന്റെ ഒരു പാറ്റേൺ ആണ് ഉള്ളത് വരിക. സോ വി നീഡ് ടു മേക്ക് എ പ്രോഡക്റ്റ്, ഒരു അലൂമിനിയം പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കണം അല്ലെ. നമ്മുടെ ഫേസ്, നമ്മുടെ ഹെഡിന്റെ ഒരു അലൂമിനിയം പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണും മൂക്കും ഒക്കെ ആണ്. സോ ഇനീഷ്യലി വാട്ട് വിൽ ഡു, വി വിൽ മേക്ക് എ റെപ്ലിക്ക, വി വിൽ മേക്ക് എ പാറ്റേൺ. നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു വുഡൻ പാറ്റേൺ, വുഡനിൽ കുത്തി ഉണ്ടാക്കിയ ഒരു മനുഷ്യന്റെ തലയുണ്ടാക്കി വെച്ചു അല്ലെ. സോ ദാറ്റ് വി ആർ യൂസിങ് ആസ് എ പാറ്റേൺ ആൻഡ് വിൽ പ്രിപ്പയർ ദ മോൾഡ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു മോൾഡ് ഉണ്ടാക്കി, ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്ലിറ്റ് പാറ്റേൺസ് ഒക്കെ ആയിരിക്കും. നമ്മളൊരു മോൾഡ് ഉണ്ടാക്കി, ഇനി ഈ മോൾഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ മോൾഡിലേക്ക് നമ്മളെ കാസ്റ്റ് മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യണം അല്ലെ. മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത് എല്ലായിടത്തും പോയി അല്ലെ, കംപ്ലീറ്റ് മോൾട്ടൺ മെറ്റൽ പോർ ചെയ്ത് നമുക്ക് ഫൈനൽ കിട്ടും നമ്മളെ കംപ്ലീറ്റ് ഫേസ് ഫിഗർ അതിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ ശരിക്കും മൂക്കിന്റെ ഭാഗം വരണം അല്ലെ, മൂക്കിന്റെ ഹോൾസ് ഒക്കെ അതിലേക്ക് കയറി ഫില്ലാവണം ആര്, ഈ മോൾട്ടൺ മെറ്റീരിയൽ. അങ്ങനെ ഫില്ലാവണമെങ്കിൽ ഓൾറെഡി ക്യാവിറ്റി ഫോം ചെയ്യുമ്പോൾ തന്നെ അതിനെന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് അവിടെ സാൻഡ് എല്ലാ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവണം. ശരിയല്ലേ? സോ സാൻഡിന് എന്ത് വേണം, ഇനഫ് ഫ്ലോബിലിറ്റി വേണം. കാരണം ഇതുപോലത്തെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ഷേപ്സ് ആക്കുമ്പോൾ അതിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണേഴ്സിലും അത് പോയി നിൽക്കാം. സോ ദാറ്റ് ഈസ് ഫ്ലോബിലിറ്റി. പ്ലാസ്റ്റിസിറ്റി ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ വരുന്നത്. ഫ്ലോബിലിറ്റി ആണ് ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഓഫ് സാൻഡ് ടു ബിഹേവ് ലൈക്ക് എ ഫ്ലൂയിഡ് ഈസ് ടേംഡ് ആസ് ഫ്ലോബിലിറ്റി. Molding sand must have sufficient flowability so that it can flow at all portion of a molding boss and around the pattern when it is stamped. This property enables the mold to pick up the correct contour of the pattern. So നമുക്ക് പാറ്റേൺ കറക്റ്റ് കോണ്ടൂർ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെ. സെക്കൻഡ് വൺ ഇസ് ഗ്രീൻ സ്ട്രെങ്ത്, അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയാം. കുറെ ടൈപ്പ് സ്ട്രെങ്ത് ഉണ്ട്. ഗ്രീൻ സ്ട്രെങ്ത് നിങ്ങൾ അങ്ങനെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഗ്രീൻ സ്ട്രെങ്ത് തന്നെ പഠിക്കണം. മോൾഡിംഗ് സാൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് മോയ്സ്ചർ ഈസ് ടേംഡ് ആസ് ഗ്രീൻ സ്ട്രെങ്ത്. ഗ്രീൻ സാൻഡ് should have enough strength so that the constructed mold retains shape. Okay. Enough strength വേണമെന്നാണ് പറയുന്നത്. ഗ്രീൻ സാൻഡ് പറയുന്നത് sand which contains moisture and dry strength. When the moisture in the molding sand is completely removed, it is called dry sand. When molten metal is poured into a mold, the sand around the mold cavity is quickly converted into dry sand, as the moisture in the sand immediately evaporates due to the heat in the molten metal. At this stage, it should retain the mold cavity and at the same time withstand the metallistic force. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന സാൻഡ് എന്തായിരിക്കും, അതിൽ കുറച്ച് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡിംഗ് സാൻഡ്. സോ ഈവൻ whenever we are pouring this, അത് നമ്മൾ കാസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് നമുക്കത് വെരി ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഉണ്ടാവില്ല. അതുകൊണ്ടും അതിൻ്റെ ചുറ്റിലുള്ള സാൻഡിലുള്ള മോയ്സ്ചർ അത് ഇവാപറേറ്റ് ചെയ്യും അല്ല. അപ്പോൾ അത് ഡ്രൈ സാൻഡ് ആയിട്ട് മാറും. അപ്പോൾ അതിന് സഫീഷ്യൻറ്റ് ഡ്രൈ സ്ട്രെങ്ത് വേണം. കാരണം അവിടെ സംഭവിക്കുന്ന ഡിഫറൻറ്റ് സോഴ്സസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാൻഡിന് പറ്റണം. സോ അതിനാണ് ഡ്രൈ സ്ട്രെങ്ത് പറയുന്നത്. അപ്പോൾ ദ സാൻഡ് ഷുഡ് ബി പ്രോസസ് ഇൻ ഡ്രൈ സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഹോട്ട് സ്ട്രെങ്ത് ഓഫ് ആഫ്റ്റർ ഓൾ ദ മോയ്സ്ചർ ഇസ് എലിമിനേറ്റഡ് ആൻഡ് reach high temperature, then metal in the mold is still in the liquid state. Strength of sand that is required to hold the shape of mold cavity is called hot strength. അതുപോലെ തന്നെയാണ് ഹോട്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലെ. ഓവർ ഹീറ്റഡ് ആയ ഈ മോൾഡ്, ഈ കാസ്റ്റ് അല്ലെ, ഈ കാസ്റ്റിംഗ് മോൾട്ടൺ മെറ്റൽ ഈ സാൻഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റിലുള്ള അതിൻ്റെ സൈഡ് ലെയേഴ്സിലുള്ള സാൻഡ് ഉണ്ടാവും. അതിന് സഫീഷ്യൻറ്റ് ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് വേണം.
അപ്പോൾ അത് അവിടുന്ന് ബേൺ ചെയ്ത് പോകരുത്, അല്ലെങ്കിൽ അതുപോലെ അത് കേടായി പോകരുതല്ലോ. കാരണം അല്ലെങ്കിൽ അത് ഇതിന്റെ സൈഡിൽ ഒട്ടി നിൽക്കും അല്ലെ, ഈ ക്യാവിറ്റിന്റെ. സഫീഷ്യന്റ് ഹോട്ട് സ്ട്രെങ്ത് അതിന് വേണ്ടതാണ്, കാരണം ഈ ഹയർ ടെമ്പറേച്ചറിൽ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. Then next one is permeability or porosity. എന്താണ് permeability or porosity? The property that allows passage of gases through the mold is known as porosity or permeability. The molding sand must be sufficiently porous to allow the gases and steam generated to escape. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നോക്കിയാൽ, ഇതിൽ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോൾ തന്നെ അതിൽ നോക്കുക, അതിൽ ഓൾറെഡി ഇൻസൈഡ് ദ ക്യാവിറ്റി ദർ വിൽ ബി എയർ ഓർ വാട്ട് എവർ എന്തെങ്കിലും ഉണ്ടാവും, ഗ്യാസ് എയർ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാകും അതിനുള്ളിലുള്ള എല്ലാ ക്യാവിറ്റിയിലുള്ള എല്ലാ ഗ്യാസസും അല്ലെങ്കിൽ എയറും അത് പുറത്തേക്ക് പോകണം. ഓക്കെ, സോ there should be enough space to escape these type of gas അല്ലെ. അപ്പോൾ നമുക്കറിയാം സാൻഡിന് ഓൾറെഡി ഈ സാൻഡ് പോറസ് ആണ്, അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ എയറിന് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റും അല്ലെ, എയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് അതിന് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് പെർമബിലിറ്റി ഓഫ് പോറോസിറ്റി, ഓഫ് സഫിഷ്യന്റ് പോറോസിറ്റി ആവശ്യമാണ്. ദെൻ കംസ് റീഫ്രാക്റ്റീവ്നെസ്. എന്നാൽ റീഫ്രാക്റ്റീവ്നെസ് അതും ഈ മോൾഡിംഗ് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ റീഫ്രാക്റ്റീവ്നെസ് പറയുന്നത്. അപ്പോൾ സഫിഷ്യന്റ് റീഫ്രാക്റ്റീവ്നെസ് ആവശ്യമാണ്. Then comes adhesiveness. That is the property of sand particle to stick on to other bodies is known as adhesiveness. Molding sand must have sufficient adhesiveness to hold the sand mass in the molding box and to prevent it falling out from box when it is stirred or conveyed. അപ്പോൾ സഫിഷ്യന്റ് അഡഹസീവ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന അല്ലെ, സഫിഷ്യന്റ് ആയിട്ട് അതിന് അഡഹസീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാവാം അല്ലെ. ശരിയല്ല, കോസീവ് അഡഹസീവ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. കോസീവ് പറഞ്ഞാൽ അത് അഡഹസീവ് എന്ന് വെച്ചാൽ അത് അതർ മെറ്റീരിയലായിട്ട് അതിന് ഒട്ടിപ്പിടിക്കാനുള്ള കഴിവിനെയാണ് അഡഹസീവ് എന്ന് പറയുന്നത്. കാരണം മോൾഡിംഗ് ബോക്സ് ആയിട്ട് അതിന് സഫിഷ്യന്റ് അഡഹസീവ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, കാരണം നമ്മൾ മോൾഡിംഗ് ബോക്സ് കോപ്പൻ ഡ്രാഗ് ഒക്കെ നമ്മൾ ഇൻവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പല രീതിയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. സോ ഷുഡ് ഹാദർ ദ, സോ അതിന് വേണ്ടി സഫിഷ്യന്റ് അഡഹസീവ് സ്ട്രെങ്ത് ആവശ്യമാണ്. Then comes plasticity. The property of acquiring predetermined shape under pressure and to retain it when the pressure is removed is termed as plasticity. ഉള്ളത് നമുക്ക് അറിയാം എന്താണ് പ്ലാസ്റ്റിസിറ്റി വരുന്നത്. So molding sand must have sufficient plasticity to get a good impression of the pattern. ഓക്കെ, അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സാൻഡിലെ ഡിഫറെന്റ് മെറ്റീരിയൽസ് അങ്ങനെ കണ്ടൻസ് ആണ്. കാരണം അതിൽ മോയ്സ്ചർ ഉണ്ട്, അതിൽ ഡ്രൈ നമ്മുടെ റിവർ സാൻഡ് ഉണ്ട്, അതിൽ ക്ലേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ. അപ്പോൾ അതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസിന്റെ കണ്ടന്റ് നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ സഫിഷ്യന്റ് പ്ലാസ്റ്റിസിറ്റി ഫോർ ദി മെറ്റീരിയൽ. ദെൻ എന്താണ് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം അല്ലെ, കാരണം കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. കാരണം ദ പ്രോപ്പർട്ടി ഓഫ് സാൻഡ് ടു റെസിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ with molten metal is termed as the chemical stability. Good molding sand must have sufficient chemical stability to withstand chemical reaction with the molten metal so that it can be used again and again. അപ്പോൾ സാൻഡിന്റെ കേസിൽ നോക്കിയാൽ നമ്മൾ സാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് സാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, നമുക്കിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമുക്ക് നോക്കിയാൽ സെയിം സാൻഡ് അല്ലേ, നിങ്ങൾ ചെയ്ത സാൻഡ് മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ അടുത്ത ഗ്രൂപ്പ് ഓർഡർ ചെയ്യുന്നത്, അടുത്ത ബാച്ച് ഓർഡർ ചെയ്യുന്നത്, സെയിം സാൻഡ് തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി കെമിക്കലി സ്റ്റാബിൾ അല്ല. കെമിക്കലി അൺസ്റ്റാബിൾ ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് സാൻഡ് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. കെമിക്കൽ സ്റ്റെബിലിറ്റി ആണ് പ്രോപ്പർട്ടി. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പാറ്റേൺ. പാറ്റേണിനെ കുറിച്ച് നോക്കുകയാണ്. പാറ്റേൺ ഈസ് ദ മോഡൽ ഓർ റെപ്ലിക്ക ഓഫ് ദ പാർട്ട് ടു ബി കാസ്റ്റ്. ഇപ്പോൾ കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഏതാണ്? വി ആർ യൂസ്ഡ് വുഡ് അല്ല, വുഡൻ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. വുഡൻ പാറ്റേണിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം വുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് വേണ്ട പാറ്റേൺ എന്താണ്, മോയ്സ്ചർ അബ്സോർബ് ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് മാറാം. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈസിലി നമുക്കത് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു അഡ്വാൻറ്റേജ് വുഡൻ പാറ്റേൺ ഉണ്ട്. Wood is the most common material used for patterns since it is easy to work and readily available. So അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. The main disadvantage of wood as pattern material is that it changes its size due to effect of moisture in the molding sand. Okay, molding sandലെ moisture കാരണം ഈ പറയുന്ന ഈ റെപ്ലിക്ക അല്ലെങ്കിൽ പാറ്റേണിന്റെ ഷേപ്പിൽ ഡിഫറൻസ് വരാം. Also it wears out quickly and hence wood is used for making pattern when the number of castings to be produced is few. So usually mass production ഒക്കെ നമ്മൾ wood pattern യൂസ് ചെയ്യില്ല അല്ലേ. So usually we will use wood pattern for single
കാസ്റ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് കാസ്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ വുഡൻ പാറ്റേൺസ് യൂസ് ചെയ്യുന്നത് ഞങ്ങളൊരു മാസ് പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാറ്റേൺസ് ആർ മെയ്ഡ് ഓഫ് മെറ്റൽസ്. വുഡ് മാത്രമല്ല, ക്യാൻ ബി മെയ്ഡ് ഓഫ് മെറ്റൽസ്. Then a large number of castings are required. Metallic patterns are more durable and produce mold of good dimensional accuracy and better surface finish. നമുക്ക് വുഡിനെക്കാളും ബെറ്റർ സർഫസ് ഫിനിഷ് ബെറ്റർ ഡയമെൻഷൻ അക്യുറസി തരുന്ന മെറ്റീരിയലാണ് മെറ്റൽസ് ഒക്കെ. ഓക്കെ, സോ അതിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കാസ്റ്റേൺ, ബ്രാസ്, അലൂമിനിയം ആൻഡ് certain alloys of aluminum and iron. Okay, അതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന പാറ്റേൺ മെറ്റാലിക് മെറ്റീരിയൽസ്. Then plastic is another material used for making pattern. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്ലാസ്റ്റിക് പോളിമർ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നതാണ് ഗുഡ് റെസിസ്റ്റൻറ്റ് ടു വെയർ, it is financially stable, do not absorb moisture, thus strong, thus smooth surface and light in weight. These are the different advantages of plastic materials. Another one is that plaster of Paris, gypsum cement ആയ plaster of Paris യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വാക്സസ് യൂസ് ചെയ്യാറുണ്ട് ചില സ്പെഷ്യൽ കാസ്റ്റിംഗ്. ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് പ്രോസസ്. കാസ്റ്റിംഗ് പ്രോസസ്സിൽ ഒരു ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് പ്രോസസ് ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ വരുന്നത് വാക്സ് പാറ്റേൺ ആണ്. വാക്സ് കൊണ്ട് ഉണ്ടാക്കിയ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. So these are the different pattern material used. Wood, metals like cast and brass, aluminum, etc. Certain alloys can be used. Plastic materials can be used. Then plaster of Paris, waxes, etc. These are the different pattern materials. The type of patterns. അപ്പോൾ നമ്മൾ നോക്കി മോൾഡ് ഉണ്ട്. അപ്പോൾ ഈ മോൾഡ് മേക്കിംഗ് പ്രൊസീജിയർ നിങ്ങൾ നോക്കുക, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. വർക്ക്ഷോപ്പിൽ നിങ്ങൾ പ്രൊസീജിയർ എഴുതിയിട്ടുണ്ടല്ലോ, മോൾഡ് മേക്കിംഗ് സ്റ്റെപ്സ് ഇൻ മോൾഡ് മേക്കിംഗ്. നമ്മളെ അതിന്റെ പ്രൊസീജിയർ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ അതിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മോൾഡ് ഇസ് ദർ ഇസ് എ പാറ്റേൺ, ദർ ഇസ് എ ഗേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ പാറ്റേൺ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. പാറ്റേണിൽ തന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നോക്കി അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ. ഫസ്റ്റ് വൺ ഇത് സിംഗിൾ പീസ് പാറ്റേൺ, അതുപോലെ സ്പ്ലിറ്റ് പാറ്റേൺ ഇല്ല, ഗേറ്റഡ് പാറ്റേൺ, കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ, മാച്ച് പ്ലേറ്റ് പാറ്റേൺ, ലൂസ് പീസ് പാറ്റേൺ, ഫോളോ ബോർഡ് പാറ്റേൺ, ട്യൂബ് പാറ്റേൺ, സ്കെൽറ്റൻ പാറ്റേൺ. സോ സിലബസിൽ ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ടൈപ്സ് ഓഫ് പാറ്റേൺ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് സിംഗിൾ പീസ് പാറ്റേൺ. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ പാറ്റേൺ അല്ലെ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്ത സംഭവം സിംഗിൾ പീസ് ആണല്ലേ. ഫസ്റ്റ് ക്യൂബ് അല്ല, നമ്മൾ ഈ ക്യൂബിന്റെ മോൾഡാണ് ഉണ്ടാക്കിയത്. സോ ദാറ്റ് ഇസ് എ സിംഗിൾ പീസ് പാറ്റേൺ. ഫിഗർ കാണിക്കുന്നത് പാറ്റേണും അതിന്റെ കാസ്റ്റിംഗും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പാറ്റേണും കാസ്റ്റിംഗും ഡിഫറെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്ന ഡയമെൻഷൻസ് അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറെൻ്റ് ആകുന്നത്? ബിക്കോസ് വി ആർ ഗിവിംഗ് സർട്ടൻ അലവൻസസ് ഫോർ ദി പാറ്റേൺ. അതെന്താണ് അലവൻസ് നമ്മൾ അടുത്ത സ്ലൈഡുകളായിട്ട് ചോദിക്കും. So there are certain allowances to be given to the pattern before making it. Okay, എന്തിനാണ് ഈ അലവൻസ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ അലവൻസ് ഒക്കെയാണ്. Next one is split pattern or two-piece pattern. This is the most widely used type of pattern for intricate castings. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രിക്കേറ്റ് കോംപ്ലിക്കേറ്റഡ് ഷേപ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് പാറ്റേൺ ആയിരിക്കും. നമുക്ക് ഈ പറയുന്ന സിംഗിൾ പീസ് പാറ്റേൺ യൂസ് ചെയ്യാനുള്ള ചില limitations ഉണ്ട്. So there we will go for split pattern or two-piece pattern. Okay, when the contour of the casting makes its withdrawal from the mold difficult, or when the depth of the casting is too high, then the pattern is split into two parts so that one part is in the drag and other part is the top. അല്ലെ, കോപ്പ് ആൻഡ് ഡ്രാഗ് നമുക്കറിയാം. മോൾഡിംഗ് ഫ്ലാസ്കിന്റെ ടോപ്പ് പാർട്ടിലാണ് കോപ്പും ബോട്ടം പാർട്ടിന്റെ ഡ്രാഗ് എന്ന് പറയുന്നത്. സിംഗിൾ പീസ് പാറ്റേൺ ആണ് നമ്മൾ അതൊക്കെ വെക്കുന്നവരേക്കും നമ്മൾ താഴത്തെ drag portion ആണ് നമ്മൾ ഈ പാറ്റേൺ വെക്കുന്നത് അല്ലേ. ബട്ട് ഫോർ if it is single piece pattern, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടി ഇൻ റിമൂവൽ ആയിരിക്കും, കോംപ്ലിക്കേറ്റഡ് ഷേപ്സ് എല്ലായിരിക്കും, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് കാസ്റ്റിംഗ് ഇസ് ടു ഹൈ ആയിരിക്കും. സച്ച് കേസിൽ വി ഗോ ഫോർ ടു പീസ് പാറ്റേൺ ഓർ സ്പ്ലിറ്റ് പാറ്റേൺ. ഓക്കെ, സ്പ്ലിറ്റ് പാറ്റേണിന്റെ കേസിൽ there will be two parts. One part will be kept in the drag portion of the molded glass, second part in the top portion ആയിട്ട് വെക്കുന്നത്. Okay, the split surface of the pattern is same as the parting plane of the mold. നമുക്കറിയാം പാർട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് കോപ്പ് ആൻഡ് ഡ്രാഗിന്റെ ഇടയിൽ പ്ലെയിൻ ആണ് പാർട്ടിംഗ് പ്ലെയിൻ. So the split surface of the pattern is also the same as the parting plane of the mold. The two halves of the pattern should be aligned properly by making use of double pins. So double pins നമ്മൾ യൂസ് ചെയ്യും. അതായത് ഈ പാറ്റേൺ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിൻ ഉപയോഗിക്കും. പാറ്റേണിന്റെ ആ കണക്റ്റിംഗ് പോർഷൻ തന്നെ നമുക്കത് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. കാരണം മിസ്അലൈൻമെന്റ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. കാരണം നമ്മൾ പിന്നീട് റാമിംഗ് ഒക്കെ നടത്തുമ്പോൾ രണ്ട് സ്പ്ലിറ്റ് പാറ്റേൺ മതി, രണ്ട് പീസിന്റെ തമ്മിൽ മിസ്അലൈൻമെന്റ് വരാം. So in order to avoid that, we will use double pins. Okay, we will use double pins which are fitted to the top half. ടോപ്പ് ഹാഫിലാണ് ഡബിൾ പിൻസ് ഫിറ്റ് ചെയ്യുന്നത്.
It always had this with the precisely made holes in the back half of the pattern and thus align the two halves properly. Okay. ഇതാണ് നമുക്ക് കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ്. പാറ്റേണിന്റെ സൈഡ് വ്യൂ ആണ് റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. സോ നമുക്ക് അതിന്റെ സെൻട്രൽ ഡബിൾ പിൻസ് കാണാൻ വേണ്ടി പറ്റും. So this is example for split pattern. Okay. Then next one is a gated pattern. Now the gated pattern. This is an improvement over the simple pattern where the gating and runner systems are integrated with the pattern. So, okay, this would eliminate the hand cutting of the runners and gates and will help in improve the productivity of the molder. So usual mold making procedure നമ്മൾ തന്നെയാണ് ഗേറ്റ് ഒക്കെ കട്ട് ചെയ്യുന്നത് അല്ലേ. So in order to avoid that, in the case of നമുക്ക് multiple small sized products ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഗേറ്റഡ് പാറ്റേൺ ആണ്. സോ ദിസ് ഷോസ് ഇതിപ്പോൾ ഇവിടെ ഒരു ട്രീ പോലെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കറിയാം സൈഡിൽ ഈ ബബിൾ പോലത്തെ കാണിക്കുന്ന ഈ റൗണ്ട് ഷേപ്ഡ് പാർട്ടാണ് പാറ്റേൺ. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ നമുക്ക് നമുക്കിവിടെ 8 പാറ്റേൺസ് നമുക്ക് അല്ലെങ്കിൽ 8 കാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ 8 കാസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വലി ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ എന്താക്കി ഒരു ഗേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കി അതിലേക്ക് കൂടിയാണ് നമുക്ക് ഇതൊരു ഹോളോ ഗേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അതിലേക്ക് കൂടിയായിരിക്കും നമ്മൾ കാസ്റ്റ് മോട്ടർ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പാറ്റേൺ മെറ്റീരിയൽ വാക്സ് ആയിരിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗിൻ്റെ അതിലൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഗേറ്റഡ് പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗേറ്റിംഗ് സിസ്റ്റം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഗേറ്റഡ് പാറ്റേൺ. Then next one is match plate pattern. Here the cop and drag patterns along with the gating and the risering are mounted on a single matching metal or wooden plate on either side. One side of the match plate the cop flask is prepared and on the other side the drag flask. After molding, when the match plate is removed, a complete mold with gating is obtained by joining the cop and drag together. So ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു മാച്ച് പ്ലേറ്റ് ഉണ്ട്. ആ മാച്ച് പ്ലേറ്റിന് 2 സൈഡിലായിട്ടാണ് നമ്മളെ കോപ്പ് ആൻഡ് ഡ്രാഗ് വെക്കുന്നത്. ഇതിലും ഇൻ്റഗ്രേറ്റഡ് റണ്ണിങ് സിസ്റ്റം ആയിരിക്കും. താഴെ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കാണിക്കുന്നുണ്ട്. നമുക്ക് യൂട്യൂബ് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നമുക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. മാച്ച് പ്ലേറ്റ് പാറ്റേൺ പോലെ തന്നെ വേറെ ടൈപ്പ് പാറ്റേൺ ആണ്. അപ്പോൾ മാച്ച് പ്ലേറ്റ് പാറ്റേണും നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേണിനുള്ള ഡിഫറൻസ് എന്നാണ് നടുവിലൊരു പ്ലേറ്റ് ഉണ്ടാവും, ഒരു മാച്ച് പ്ലേറ്റ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പാറ്റേൺ കൂടാണ്ട് അതിൽ റണ്ണറൊക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് എ കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. ഇവിടെയും സെയിം ലൈക്ക് മാച്ച് പ്ലേറ്റ്. ഇവിടെ എന്താണ് ഗേറ്റിംഗ് സിസ്റ്റത്തിന് കൂടെ റൈസറിങ് സിസ്റ്റംസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗിൾ മാച്ച് പ്ലേറ്റ് അല്ല, ഇവിടെ 2 സെപ്പറേറ്റ് കോപ്പ് ആൻഡ് ഡ്രാഗ് ആയിട്ട് സെപ്പറേറ്റ് പീസസാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കി ഒരു കോപ്പ് പാറ്റേണും വരുന്നുണ്ട്, ഒരു ഡ്രാഗ് പാറ്റേണും വരുന്നുണ്ട്. കോപ്പ് പാറ്റേണിൽ റൈസർ പാറ്റേണും കൂടി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. അനദർ ഫിഗറാണ്. അപ്പോൾ ഇത് നോക്കി ഇപ്പോൾ നോക്കിയ ആ 4 ടൈപ്പ് പാറ്റേൺ മാത്രം ഒന്നും കൂടി പറയാം ഫിഗർ വെച്ചിട്ട്. ഈ ആദ്യത്തെ എന്താണ് സിംഗിൾ പീസ് പാറ്റേൺ ആണ് കെയിൽ കാണിക്കുന്നത് അല്ലേ. കെയിലാകുമ്പോൾ നമ്മളതിനെ സിംഗിൾ പീസ് പാറ്റേൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതിൽ സെയിം പാറ്റേൺ ആണ് കാണിക്കുന്നുണ്ടാവും. ചില കേസ് നമുക്ക് സിംഗിൾ പീസ് പാറ്റേൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഷേപ്പ് വേറെതാണെങ്കിൽ വി ഗോ ഫോർ എ സ്പ്ലിറ്റ് ഓർ 2 പീസ് പാറ്റേൺ. അതാണ് സെക്കൻഡ് ഇമേജ് കാണിക്കുന്നത്. തേർഡ് ഇമേജിൽ കാണിക്കുന്നത് എന്താണ് മാച്ച് പ്ലേറ്റ് ആണ്. അപ്പോൾ പാറ്റേണിൻ്റെ ഇടയിൽ കൂടി ഒരു മാച്ച് പ്ലേറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിലെന്ത് ചെയ്യാം, അതിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഗേറ്റിംഗ് സിസ്റ്റംസ് വെക്കാൻ വേണ്ടി പറ്റും. ആദ്യത്തെ 2 കേസിൽ നമ്മൾ സെപ്പറേറ്റ് ഗേറ്റിംഗ് സിസ്റ്റം കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, തേർഡ് കേസ് എന്താണ് കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. അവിടെ നമുക്ക് ഒരു കോപ്പും ഒരു ഡ്രാഗും ഉണ്ടാവും. അവിടെ സെപ്പറേറ്റ് പ്ലേറ്റ്സ് തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഗേറ്റിംഗ് സിസ്റ്റവും കട്ട് ചെയ്യാം, റൈസറും അതൊക്കെ അതിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. നെക്സ്റ്റ് വൺ ഈസ് ലൂസ് പീസ് പാറ്റേൺ. അപ്പോൾ ലൂസ് പീസ് പാറ്റേൺ എന്ന് പറയുന്നത് ചില കേസിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നത് നോക്കി, ഇവിടെ കാണിക്കുന്ന ഈ ഫിഗറിൽ നോക്കി ഇപ്പോൾ കഴ്സറില്ല അത്രയും ഭാഗം, ആ ഭാഗമാണ് ആ ക്യാവിറ്റിയാണ് നമുക്ക് വേണ്ട മൗൾഡ് അല്ലേ. അപ്പോൾ ആ ക്യാവിറ്റിയിലേക്ക് നമ്മളൊരു സിംഗിൾ ഒരു പീസ് വെക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി ഇപ്പോൾ ഈ കഴ്സറില്ല ആ പാർട്ട്, ചെറിയ പാർട്ട് ലൂസ് പീസ് കാണിക്കുന്ന ഈ പാർട്ട് അവിടെ ഇല്ല, ആ ഭാഗം എനിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇപ്പോൾ ഈ പാറ്റേൺ ഒരു സിംഗിൾ പീസ് ആയിരുന്നെങ്കിൽ ഇത് റിമൂവ് ചെയ്യുമ്പോൾ എന്താവും, ഇവിടെ ഇല്ല, ഇപ്പോൾ സാൻഡ് മൗൾഡ് കട്ടാവും അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കേസസിൽ നമ്മൾ എന്താ ചെയ്യും, ലൂസ് പീസ് പാറ്റേൺസ് യൂസ് ചെയ്യും. ലൂസ് പീസ് പാറ്റേൺസ് പറഞ്ഞാൽ 2 പീസുകളായിട്ടായിരിക്കും ഉണ്ടാകും. അതിൽ ഒരു സിംഗിൾ പാറ്റേൺ ഉണ്ടാകും, അതിൽ കുറേ ലൂസ് പീസസ് ഉണ്ടാകും. ഇതുപോലത്തുള്ള
ഭാഗങ്ങളിലേക്ക് നമ്മൾ ലൂസ് പീസസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യലി ആ മെയിൻ പീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് ലൂസ് പീസ് റിമൂവ് ചെയ്യാൻ പറ്റും. സോ ലൂസ് പീസ് ലെഫ്റ്റ് ഇൻ ദ മോൾഡ് ആഫ്റ്റർ പാറ്റേൺ റിമൂവൽ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, so this type of pattern is also used when the founder of the party said that withdrawing the pattern from the mold is not possible. Okay, അത്തരത്തിൽ കേസസിൽ നമ്മൾ ലൂസ് പീസ് പാറ്റേൺസ് യൂസ് ചെയ്യും. ആൻഡ് ഡ്യൂറിംഗ് മോൾഡിംഗ് ദ ഒബ്സ്ട്രക്റ്റിംഗ് പാർട്ട് ഓഫ് ദ കോണ്ടൂർ ഈസ് ഹെൽഡ് ആസ് എ ലൂസ് പീസ്. എവിടെയാണ് നമുക്ക് ഈ ഒബ്സ്ട്രക്ഷൻസ് വരുന്നത് ആ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ആ പാർട്ട് ഓഫ് ദ പാറ്റേൺ വി മേക്ക് ഇറ്റ് ആസ് എ ലൂസ് പീസ് ബൈ എ വയർ. ഓക്കെ, after molding is over, first the main pattern is removed and then the loose piece are recovered through the gap generated by the main pattern. Molding with loose piece is a highly skilled job and is generally expensive and therefore should be avoided where possible. അപ്പോൾ കഴിവതും നമ്മളത് യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇത്തരത്തിലുള്ള ഒഴിച്ചുകൂടാനാവാത്ത ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ വിൽ ഗോ ഫോർ ലൂസ് പീസ് പാറ്റേൺ. ഓക്കെ, ഇനിയും 2 ടൈപ്പ് ഉണ്ട്, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് കണ്ടതാണ്.